പത്തനംതിട്ട ഓമല്ലൂരിൽ 2 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. പിന്നിൽ RSS എന്നാണ് CPIMന്റെ ആരോപണം. ആയുധങ്ങൾ വടിവാളോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ പെരെ കയറി വന്ന് എന്നെ പിടിച്ച് തള്ളുകയും ഞാൻ കുഞ്ഞുമായിട്ട് നിൽക്കുമായിരുന്നു. അന്നേരമാണ് എന്നെ പിടിച്ച് തള്ളിയത്. പിടിച്ച് തള്ളി ഞങ്ങൾ തടഞ്ഞു, വീട്ടിലോട്ട് കയറാൻ നേരത്ത് തടഞ്ഞു. അപ്പോഴത്താണ് പ്രശ്നങ്ങളുണ്ടായത്. അവർ 5-8 പേരുണ്ടായിരുന്നു വണ്ടിയിലൊന്ന്. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയത്തില്ല. മോനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആരണ്ടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിന്നെ ഇനി ഇവിടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. AV ജയശങ്കർ പത്തനംതിട്ടയിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജയ്, നേരത്തെ നടന്നൊരു സംഭവത്തിന് തുടർച്ച എന്നൊക്കെയാണ് ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ചില കോണുകളിൽ നിന്നൊക്കെ ഉള്ള പ്രതികരണം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രജിൻ, നമ്മളിപ്പോൾ കേട്ട പ്രതികരണം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന BJP പ്രവർത്തകൻ്റെ അമ്മയുടേതാണ്. അഖിൽ എന്ന് പറയുന്ന BJP പ്രവർത്തകൻ്റെ അമ്മയുടെ പ്രതികരണമാണ് പറയുന്നത്. അവർ പറയുന്നത് അവരെ വീട്ടിൽ അവരുടെ മകനെ ഇത്തരത്തിൽ CPM പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടി എന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. പക്ഷേ CPM പ്രവർത്തകർക്ക് മറ്റൊരു വേർഷനുണ്ട്. സമാനമായ രീതിയിൽ തങ്ങൾ ഈ അഖിലിൻ്റെ വീടിന് മുന്നിലൂടെ പോകുന്ന സമയത്ത് തങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഇരു കൂട്ടരും ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുണ്ട്. 4ഓളം പേർ നിലവിൽ ചികിത്സയിലെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ അവർ പറയുന്ന അവരെ വീട് കയറി CPM ആക്രമിച്ചു എന്നാണ്. CPMന് മറ്റൊരു ഇത് പറയാനുണ്ടോ? ഒരിക്കലും വീട് കയറി ആക്രമിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. പ്രത്യേകിച്ച് BJPക്കാർ കുറേ അധികം പേര് താമസിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ റോഡിലൂടെ പോകുമ്പോൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. കാരണം ഇവരെ ടൂൾസ് അപ്പോൾ ഇവർ കയ്യിൽ വെച്ചിരുന്നു. വടിവാൾ നമുക്ക് നേരെ ഇങ്ങോട്ടാണ് ആക്രമണം. അതെ, വടിവാൾ വെച്ച്. എത്ര പേരിപ്പോൾ ചികിത്സയിലുണ്ട്? 2 പേര് തലയിൽ വടിവാൾ വെച്ച് വെട്ടേറ്റ് തലയിൽ മുറിവുമായിട്ട് ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉച്ച സമയത്ത് എന്തായാലും അവിടെ വീട് കയറി ആക്രമിക്കാൻ പോകില്ല. 2, ഈ ടൂൾസ് ഇവർ കരുതിക്കൂട്ടി വെച്ച് ആക്രമണം നടത്തിയത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. എന്തായാലും പ്രജിൻ, അതാണ് കരുതിക്കൂട്ടി ടൂൾസ് വെച്ച് ആക്രമിച്ചു എന്നാണ് CPM പറയുന്നത്. പക്ഷേ BJP വേർഷൻ മറ്റൊന്നാണ്. അവരെ വീട് കയറി ആക്രമിച്ചു എന്ന് BJP പറയുന്നത്. എന്തായാലും 4ഓളം പേർ, ഈ BJPയുടെയും CPMൻ്റെയും ഒക്കെയായി 4ഓളം പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എന്തായാലും ഓമല്ലൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തന്നെയാണ് ഇത്തരം ആക്രമണങ്ങളിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഈ ഓമല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ തലപൊക്കുന്നത്. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്.